നമസ്കാരം. എന്ത് വേസ്റ്റുകളും എന്ത് മാലിന്യങ്ങളും സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. കോൺഗ്രസോ BJPയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഏതെങ്കിലും ഒരു വിഷയത്തെ തള്ളിക്കളഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്ന ഒരു പ്രവണത CPMന് എന്നുമുണ്ട്. മറ്റുള്ളവർ തള്ളിക്കളയുന്നതിനെ അത് ചിലപ്പോൾ ചീഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ മോശമായതുകൊണ്ടായിരിക്കാം, അതിനെന്തെങ്കിലും ദൂഷ്യവശങ്ങളുള്ളത് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തള്ളിക്കളയുന്നതിനെയൊക്കെ അവർ സ്വീകരിക്കുന്ന ഒരു പ്രവണത CPMന് എന്നുമുണ്ട്. അത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു പ്രവണതയുണ്ട്. ഇപ്പോൾ പല പാർട്ടികളിൽ നിന്നും പുറത്താക്കപ്പെട്ട ആൾക്കാരെ, അതായത് പെൺവിഷയത്തിൽപ്പെട്ടായിരുന്നാലും മോഷണത്തിലായിരുന്നാലും അഴിമതിയിലായിരുന്നാലും പുറത്താക്കപ്പെടുന്ന ആൾക്കാരെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM. പക്ഷേ അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ എന്ത് കാരണം കൊണ്ടായാലും പുറത്ത് പോയി മറ്റൊരു പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ അവർക്കതിനെ അംഗീകരിക്കാനും കഴിയില്ല. അവർക്കെതിരെ ഭീഷണി ഉയർത്തും, വളരെ വ്യാപകമായിട്ടുള്ള കുപ്രചരണങ്ങളൊക്കെ നടത്തും CPM. അതാണ് CPMൻ്റെ ഒരു ശൈലി. മുമ്പ് കമ്പ്യൂട്ടർ, GST, സ്വാശ്രയ വിദ്യാഭ്യാസം, അങ്ങനെ പല സംഭവങ്ങളെയും ഈ CPM എതിർത്തിരുന്നു. പക്ഷേ പിന്നീട് അതൊക്കെ ഇവർ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിനവർക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളതാണ്. വിഴിഞ്ഞം പദ്ധതിയെപ്പോലും അവർ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പിന്നീട് വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമായി, അത് യാഥാർത്ഥ്യമായി. പിന്നീട് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനും അവർക്ക് യാതൊരു എളുപ്പമില്ല. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണ്ട് തങ്ങൾ എതിർത്ത ഒരു പദ്ധതിയാണ് ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ തെളിവുകൾ ഉൾപ്പെടെ, അന്നത്തെ പത്ര കട്ടിങ്ങുകൾ ഉൾപ്പെടെ വാർത്ത വന്നു കഴിഞ്ഞാലും അതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമല്ല. അത്തരത്തിൽ ഉളുപ്പില്ലാത്തൊരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് CPMനെ എപ്പോഴും വിമർശിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ കുരീപ്പുഴ ശ്രീകുമാർ, ഈ കുരീപ്പുഴ ശ്രീകുമാർ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുകയും അത് BJP പ്രവർത്തകർ തടസ്സപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് അദ്ദേഹത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകിയില്ല. അദ്ദേഹം ഇത് കേരളമാണ്, കുരീപ്പുഴ ശ്രീകുമാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല CPM നേതാക്കളും DYFI നേതാക്കളുമൊക്കെ സമൂഹ മാധ്യമത്തിലൂടെ വളരെയധികം പിന്തുണയൊക്കെ നൽകുന്നുണ്ട്. ഈ നെല്ലിക്കൽ മുരളീധരൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനും അവാർഡ് സ്വീകരിക്കാനുമാണ് കുരീപ്പുഴ ശ്രീകുമാർ അവിടെ പോയത്. പക്ഷേ അവിടെ പോയി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനു പകരം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനു പകരം ഉത്തരേന്ത്യയിൽ പ്രേമിക്കാൻ പറ്റുന്ന ഇടമല്ലെന്നും കേരളം മാടി വിളിക്കുകയാണെന്ന്, ഈ പ്രണയിക്കുന്നവരെ കേരളം മാടി വിളിക്കുകയാണ് എന്നുമൊക്കെ ആണ് ഈ കുരീപ്പുഴ ശ്രീകുമാർ അവിടെ പ്രസംഗിച്ചത്. നെല്ലിക്കൽ മുരളീധരനെ കുറിച്ചോ അദ്ദേഹം അവിടെ എന്ത് പരിപാടിയിൽ പങ്കെടുക്കാനാണോ പോയത് ആ വിഷയത്തെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിലോ താല്പര്യമോ അദ്ദേഹത്തിനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ നെല്ലിക്കൽ മുരളിയുടെ അനുജനും അദ്ദേഹത്തിൻ്റെ അളിയനുമൊക്കെ ഈ സംഭവത്തെ എതിർത്തത്. അതിനെയാണ് BJPക്കാർ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തി എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സുനിൽ പീളയിടം, പിന്നെ വേടൻ, അങ്ങനെയുള്ള നിരവധി പേർ ഈ ഹൈന്ദവതയും ഹൈന്ദവ ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസത്തെയും ഒക്കെ വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്, പൊതുവേദികളിൽ പോലും പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് എപ്പോഴും CPM സ്വീകരിച്ചിട്ടുള്ളത്. ഈ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ആദ്യത്തേതല്ല. അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിൽ പൊതുവേദികളിൽ പോലും ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന, ഒരിക്കലും യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത പല പ്രസംഗങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ അന്തം കമ്മികൾ ചെന്നിരുന്ന് വാവിട്ട് വായും പുളന്നിരുന്നിട്ട് കൈയടിക്കുന്ന ഒരു രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല. വിമർശിച്ചു കഴിഞ്ഞാൽ അവർ സമൂഹ മാധ്യമങ്ങളിൽ കൂട്ടത്തോടുകൂടി വന്ന് ആക്രമിക്കുന്ന ഒരു രീതിയാണ്. ഇതിനു മുമ്പ് സച്ചിദാനന്ദനും MT വാസുദേവൻ നായരും ഉൾപ്പെടെയുള്ള ആൾക്കാർ പിണറായി വിജയനെയും സർക്കാരിനെയും ഒക്കെ വിമർശിച്ചിരുന്നു. അന്നൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് ഇടത് സൈബർ ഇടങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ വിഷയം വന്നപ്പോൾ അതൊന്നും അവർക്ക് ബാധകമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് മാലിന്യങ്ങളെയും സ്വീകരിക്കുന്ന ഒരു രീതിയാണ് CPMനുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കൊണ്ടുവന്നാൽ, ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നാൽ ആ പദ്ധതിയെ CPM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എതിർക്കും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത്, അത് ഇനി വരുന്ന സർക്കാരായാലും ചെയ്യേണ്ടത്, നമ്മൾ എന്ത് പദ്ധതിയാണോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആ പദ്ധതി ആദ്യം അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനെക്കുറിച്ച് പറയുക, അത് പരസ്യപ്പെടുത്തുക. അതിനുശേഷം ഈ പദ്ധതി ഇവിടെ വേണ്ട എന്ന് പറയുക. ഈ പദ്ധതി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ രണ്ട് കൈയും നീട്ടി CPMകാർ സ്വീകരിക്കും. അവർ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളും. അങ്ങനെ വരുമ്പോൾ
കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. അല്ലാതെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെ അതിനെ നടപ്പാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിനും നാടിനും എത്ര ഗുണകരമായിട്ടുള്ളതാണെങ്കിൽ കൂടി CPM-കാർ സമ്മതിക്കില്ല. അതാണ് അവരുടെ ശൈലി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പദ്ധതിയാണോ, ഇപ്പോൾ കേന്ദ്ര സർക്കാരൊക്കെ പല പദ്ധതികളും PM ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്നിരുന്നു. ആ പദ്ധതികളൊക്കെ കൊണ്ടുവന്നപ്പോൾ ആദ്യം എതിർക്കുന്ന ഒരു പ്രവണതയാണ് CPM സ്വീകരിച്ചത്. പുതിയതായി കൊണ്ടുവരുന്ന പദ്ധതിയെ അവതരിപ്പിക്കുക, ആ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുക, അതിനുശേഷം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല, അത് ഒരിക്കലും നടക്കാത്ത കാര്യം, ഞങ്ങളിതിനെ എതിർക്കും എന്ന് പറയുക. അത് ഈ സർക്കാർ തന്നെ കൊണ്ടുവരണമെന്നില്ല. മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെയോ മറ്റോ ഒരു കൂട്ടായ്മയിലൂടെയോ ഈ സംഭവത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനെ സർക്കാർ എതിർക്കുമ്പോൾ സ്വാഭാവികമായും CPM-മാർ അതിനെ അനുകൂലിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളും മറ്റുള്ള വികസനങ്ങളും എല്ലാം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ നടക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഇതുപോലെയുള്ള മാലിന്യങ്ങളെയെല്ലാം ഈ കുരീപ്പുഴ ശ്രീകുമാറൊക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ, അദ്ദേഹം വലിയ കവിയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കവിത ആസ്വദിക്കുന്നവർക്കറിയാം. നമുക്കും ആസ്വാദന ശേഷി കുറവാണെങ്കിൽ പോലും പ്രൊഫസർ മധുസൂദൻ നായരുടെ കവിതകൾ, അല്ലെങ്കിൽ അനിൽ പരച്ചൂരാൻ്റെ കവിതകൾ, അങ്ങനെ പല കവിതകളും, പണ്ടത്തെ വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും ചങ്ങമ്പുഴയുടെയും ഒക്കെ കവിതകൾ, ആശാൻ്റെയും ഒക്കെ കവിതകൾ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. കാരണം ആസ്വാദന ശേഷി ഇല്ലെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ കുരീപ്പുഴ ശ്രീകുമാറിനെ പോലെയുള്ളവരുടെ കവിതകളൊന്നും കേട്ട് കഴിഞ്ഞാൽ തലയിലുള്ള വെളിവ് പോകും എന്നുള്ളതല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തെയൊക്കെ വലിയ കവിയായി ഇവരൊക്കെ അവരോധിക്കുന്നത്. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ സ്വീകരിക്കാൻ എന്തായാലും CPM എന്നൊരു സംഘടന. ഇനിയുള്ളത് വേടനാണ്. 2 പീഡന കേസിലെ പ്രതിയായ വേടനെ ചേർത്ത് പിടിക്കുന്നു, വേടനുമായി വേദി പങ്കിടുന്നു, വേടന് സർക്കാരിൻ്റെ പരിപാടികൾ നൽകുന്നു, സർക്കാരിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാനും പരിപാടി അവതരിപ്പിക്കാനുമുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. അതിലൂടെ വേടനെ ചേർത്ത് പിടിക്കുന്നു. 2 പീഡന കേസിലെ പ്രതിയാണ് വേടൻ എന്നോർക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം മാലിന്യങ്ങളെയൊക്കെ സ്വീകരിക്കാൻ 2 കൈയും നീട്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത്. അപ്പോൾ എന്നാണ് ഇവരുടെ തലയ്ക്ക് വെളിവ് വീഴുന്നത്? എന്നാണ് ഇവർക്കൊരു നാണവും മാനവും മര്യാദയും നാണക്കേടും ഉളുപ്പും ഇല്ലായ്മയും ഒക്കെ തോന്നുന്നത് എന്നാണ് സംശയം. എന്തായാലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ CPM എന്നുള്ളൊരു സംഘടന ഉള്ളിടത്തോളം കാലം ഇത്തരം മാലിന്യങ്ങൾ ഇനിയും ഇവിടെ ഉണ്ടാകും.